ഇന്ന് നമ്മൾ ആഗമാനന്ദ സ്വാമിയെ കുറിച്ചാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആഗമാനന്ദ സ്വാമി, അദ്ദേഹത്തിന്റെ ജനനം 1896 ഓഗസ്റ്റ് 27. അപ്പൊ ആഗമാനന്ദ സ്വാമി ജനിച്ചത് ഏത് വർഷമാണ്? 1896 ഓഗസ്റ്റ് 27. എവിടെയാണ് ജനിച്ചത്? അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? കൊല്ലം ചവറ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിച്ചത്? ആഗമാനന്ദ സ്വാമി ജനിച്ചത്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാണ് കൃഷ്ണൻ നമ്പ്യാതിരി. ഇപ്പൊ ഓപ്ഷനിൽ കൃഷ്ണൻ നമ്പൂതിരി എന്നൊക്കെ കാണും. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്താണ്? കൃഷ്ണൻ നമ്പ്യാതിരി. അദ്ദേഹത്തിന്റെ വീട്ടുപേര് പുതുമനമഠം. അപ്പം വീട്ടുപേരെന്താണ്? പുതുമനമഠം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ആഗമാനന്ദ സ്വാമിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ജനിച്ചത് 1896 ഓഗസ്റ്റ് 27 എവിടെയാണ് ജനിച്ചത്? കൊല്ലം ജില്ലയിലെ ചവറ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്താണ്? കൃഷ്ണൻ നമ്പ്യാതിരി. അദ്ദേഹത്തിന്റെ വീട്ടുപേരെന്താണ്? പുതുമനമഠം. കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത്? ആഗമാനന്ദ സ്വാമി. അപ്പോൾ കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആഗമാനന്ദ സ്വാമിയെയാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്? കാരണം സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ശ്രീരാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. ശ്രീരാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ ആരാണ്? അത് സ്വാമി വിവേകാനന്ദനാണ്. ഏത് വർഷമാണ് അത് സ്ഥാപിച്ചത്? 1897 സ്ഥാപിച്ചത്. അപ്പൊ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? അത് സ്വാമി വിവേകാനന്ദനാണ്. ഏത് വർഷമാണ്? 1897. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആഗമാനന്ദ സ്വാമി. അപ്പൊ ശ്രീരാമകൃഷ്ണ മിഷൻ കേരള ഘടകത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ആര്? ആഗമാനന്ദ സ്വാമി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തറിയപ്പെടുന്നത്? കേരളത്തിന്റെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത്. ആഗമാനന്ദ സ്വാമികളെ സ്വാധീനിച്ച് വിവേകാനന്ദൻ എഴുതിയ രചനയാണ് എന്റെ ആചാര്യൻ, മൈ മാസ്റ്റർ. അപ്പൊ ആഗമാനന്ദ സ്വാമികളെ സ്വാധീനിച്ച് വിവേകാനന്ദന്റെ കൃതി ഏതാണ്? മൈ മാസ്റ്റർ, എന്റെ ആചാര്യൻ. അപ്പോൾ കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആഗമാനന്ദ സ്വാമിയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്? സ്വാമി വിവേകാനന്ദനാണ് ശ്രീരാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ. ഏത് വർഷമാണ്? 1897. ശ്രീരാമകൃഷ്ണ മിഷൻ കേരള ഘടകത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ആര്? ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമിയെ സ്വാധീനിച്ച് വിവേകാനന്ദന്റെ കൃതി ഏതാണ്? മൈ മാസ്റ്റർ, എന്റെ ആചാര്യൻ. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം രൂപീകരിച്ച നവോത്ഥാന നായകൻ ആരാണ്? അത് ആഗമാനന്ദ സ്വാമിയാണ്. അപ്പൊ സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം ആരാണ് അത് രൂപീകരിച്ചത്? ആഗമാനന്ദ സ്വാമി. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം രൂപീകരിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമി 1935 ആദ്യ ആശ്രമം സ്ഥാപിച്ചു. അപ്പോൾ ആഗമാനന്ദ സ്വാമി തന്റെ ആദ്യ ആശ്രമം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1935. എവിടെയാണ് സ്ഥാപിച്ചത്? തൃശ്ശൂരിലെ പുതുക്കാടിലാണ് സ്ഥാപിച്ചത്. അപ്പൊ 1935 ആഗമാനന്ദ സ്വാമി തന്റെ ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ചു. എവിടെയാണ് സ്ഥാപിച്ചത്? തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടിലാണ്. പുതുക്കാട്. ഇനി ആഗമാനന്ദ സ്വാമി കാലടിയിൽ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അപ്പോൾ ആഗമാനന്ദ സ്വാമി കാലടിയിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ശ്രീരാമകൃഷ്ണ അദ്വൈത ആശ്രമം. ഏത് വർഷമാണ്? 1936. അപ്പൊ 1936 ആഗമാനന്ദ സ്വാമി കാലടിയിൽ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അദ്ദേഹം നേതൃത്വം കൊടുത്ത സംസ്കൃത പഠന കേന്ദ്രമാണ് ബ്രഹ്മാനന്ദോദയം. അപ്പോൾ ആഗമാനന്ദ സ്വാമി നേതൃത്വം കൊടുത്ത സംസ്കൃത പഠന കേന്ദ്രം ഏതാണ്? ബ്രഹ്മാനന്ദോദയം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പറഞ്ഞേ. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം രൂപീകരിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആഗമാനന്ദ സ്വാമിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം തന്റെ ആദ്യ ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? തൃശൂർ പുതുക്കാടിലാണ്. ഏത് വർഷമാണ്? 1935. കാലടിയിൽ ശ്രീരാമകൃഷ്ണ അദ്വൈത ആശ്രമം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആഗമാനന്ദ സ്വാമി. ഏത് വർഷമാണ്? 1936. ആഗമാനന്ദ സ്വാമി നേതൃത്വം കൊടുത്ത സംസ്കൃത പഠന കേന്ദ്രം അതേതാണ്? അത് ബ്രഹ്മാനന്ദോദയം. അദ്ദേഹത്തിന്റെ പ്രധാന മാസികകൾ ഏതൊക്കെയാണ്?
അമൃതവാണി, പ്രബുദ്ധ കേരളം. അദ്ദേഹത്തിന്റെ പ്രധാന 2 മാസികകളാണ് അമൃതവാണിയും മറ്റൊന്ന് പ്രബുദ്ധ കേരളം. അമൃതവാണി, പ്രബുദ്ധ കേരളം. ആഗമാനന്ദ സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് വിവേകാനന്ദ സന്ദേശം. വിവേകാനന്ദ സന്ദേശം. അപ്പോൾ വിവേകാനന്ദ സന്ദേശം ആരുടെ കൃതിയാണ്? അത് ആഗമാനന്ദ സ്വാമിയുടെ കൃതിയാണ്. അടുത്തത് ശ്രീശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം. അപ്പോൾ ശ്രീശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം ആരുടെയാണ്? ആഗമാനന്ദ സ്വാമിയുടെയാണ്. അടുത്തത് വിഷ്ണു പുരാണം. വിഷ്ണു പുരാണം. വിഷ്ണു പുരാണം. അപ്പോൾ ആഗമാനന്ദ സ്വാമിയുടെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? വിവേകാനന്ദ സന്ദേശം, ശ്രീശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം, വിഷ്ണു പുരാണം. വിഷ്ണു പുരാണം. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാന മാസികകൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം. അമൃതവാണി, പ്രബുദ്ധ കേരളം. ഇനി ആഗമാനന്ദ സ്വാമി തന്റെ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്ന തലക്കെട്ട് എന്താണ്? അത് വീരവാണി എന്നാണ്. അപ്പൊ ആഗമാനന്ദ സ്വാമി തന്റെ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്ന തലക്കെട്ട് ഏത് തലക്കെട്ടിലാണ്? വീരവാണി. വീരവാണി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ പ്രധാന മാസികകൾ ഏതൊക്കെയാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം. അമൃതവാണി, പ്രബുദ്ധ കേരളം. പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? വിവേകാനന്ദ സന്ദേശം, ശ്രീശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം, വിഷ്ണു പുരാണം. വിഷ്ണു പുരാണം. ഇനി അദ്ദേഹം മരണമടഞ്ഞത് 1961 അപ്പോൾ ആഗമാനന്ദ സ്വാമി എന്നാണ് മരണമടഞ്ഞത്? 1961. അപ്പോൾ ഇന്ന് നമ്മൾ ആഗമാനന്ദ സ്വാമിയെ കുറിച്ചാണ് പഠിച്ചത്. അദ്ദേഹം ജനിച്ചത് എന്നാണ്? 1896 ഓഗസ്റ്റ് 27. 1896 ഓഗസ്റ്റ് 27. എവിടെയാണ് ജനിച്ചത്? കൊല്ലം ജില്ലയിലെ ചവറ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്താണ്? കൃഷ്ണൻ നമ്പ്യാതിരി. കൃഷ്ണൻ നമ്പ്യാതിരി. വീട്ടുപേരോ? പുതുമന മഠം. പുതുമന മഠം. കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആഗമാനന്ദ സ്വാമിയാണ്. ആഗമാനന്ദ സ്വാമി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്? കാരണം ശ്രീരാമകൃഷ്ണ മിഷന്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്? സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത്. ശ്രീരാമകൃഷ്ണൻ സ്ഥാപിച്ചത് എന്നാണ്? 1897. ഈ ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആര്? ആഗമാനന്ദ സ്വാമി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിന്റെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ആഗമാനന്ദ സ്വാമിയെ സ്വാധീനിച്ച വിവേകാനന്ദന്റെ കൃതി ഏതാണ്? എന്റെ ആചാര്യൻ മൈ മാസ്റ്റർ. അതുപോലെ തന്നെ സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം രൂപീകരിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമി ആദ്യമായി സ്ഥാപിച്ച ആശ്രമം ഏതാണ്? എവിടെയാണ്? അത് തൃശൂർ ജില്ലയിലെ പുതുക്കാടാണ്. ഏത് വർഷമാണ്? 1935. കാലടിയിൽ അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിച്ചിരുന്നു. ഏതായിരുന്നു ആശ്രമം? ശ്രീരാമകൃഷ്ണ അദ്വൈത ആശ്രമം. ഏത് വർഷമാണ്? 1936. അദ്ദേഹം നേതൃത്വം കൊടുത്ത സംസ്കൃത പഠന കേന്ദ്രം ഏതാണ്? ബ്രഹ്മാനന്ദോദയം. അദ്ദേഹത്തിന്റെ പ്രധാന മാസികകൾ ഏതാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം. അദ്ദേഹത്തിന്റെ പ്രധാന മാസികകൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങൾ ഏതാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? വിവേകാനന്ദ സന്ദേശം, ശ്രീശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം, വിഷ്ണു പുരാണം. ആഗമാനന്ദ സ്വാമി തന്റെ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്ന തലക്കെട്ട് ഏതായിരുന്നു? അത് വീരവാണി. വീരവാണി. അദ്ദേഹം മരണമടഞ്ഞത് ഏത് വർഷമാണ്? 1961.